പ്രധാന കാനന ക്ഷേത്രങ്ങളിലൊന്നായ ശബരിയുടെ ആവാസ വ്യവസ്ഥയ്ക്ക് വലിയ വിഘാതം സൃഷ്ടിച്ച പ്ലാസ്റ്റിക് മാലിന്യം. എണ്ണിത്തിട്ടപ്പെടുത്താനാവുന്നതിനപ്പുറമാണ് ഓരോ വർഷവും അയ്യന്റെ സന്നിധിയിലേക്ക് എത്തുന്ന പ്ലാസ്റ്റിക്കിന്റെ കണക്ക്. പ്ലാസ്റ്റിക്കിന് കർശന നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് എങ്കിലും ടൺ കണക്കിന് മാലിന്യമാണ് എത്തുന്നത്. പ്രകൃതിക്കും മനുഷ്യനും വന്യമൃഗങ്ങൾക്കും ഒരുപോലെ ദോഷം ചെയ്യുന്ന പ്ലാസ്റ്റിക് കുമിഞ്ഞു കൂടുമ്പോഴും കയ്യും കെട്ടി നോക്കി നിൽക്കാനേ അധികൃതർ കഴിയുന്നുള്ളൂ. അരുൺ കൊടുങ്ങൂർ ചേരുന്നു വിവരങ്ങളുമായി. അരുൺ, ഇത് ശബരിമലയിൽ നിന്ന് പകർത്തിയ കാഴ്ചകളാണ് എന്ന് പറഞ്ഞാൽ എത്ര പേർ വിശ്വസിക്കുമെന്നറിയില്ല. പക്ഷെ നമുക്കറിയാം, നമ്മൾ ഈ ശബരിമല എപ്പോഴൊക്കെ നട തുറന്നിരിക്കുമ്പോൾ അപ്പോഴെല്ലാം ജനം ടി വി സംഘം അവിടെ ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ദൃശ്യങ്ങൾ നമുക്ക് ഇങ്ങനെ പ്രത്യേകമായി പോയി പകർത്തേണ്ട കാര്യം പോലുമില്ല. ഇതിങ്ങനെ കുമിഞ്ഞു കൂടിക്കൊണ്ടിരിക്കുന്നത് ടൺ കണക്കിന് മാലിന്യമായി മാറിക്കൊണ്ടിരിക്കുകയാണത്. പ്രകൃതിക്ക് ദോഷമാകുന്നു, മനുഷ്യന് ദോഷമാകുന്നു, അവിടെയുള്ള വന്യമൃഗങ്ങൾക്ക് ദോഷമാകുന്നു. അതിനൊപ്പം തന്നെ ആ പുണ്യപ്രദേശത്തെ ആകെ മലിനമാക്കുകയും ചെയ്യുന്നു. സങ്കടകരമായ കാഴ്ച എന്നുകൂടി പറയേണ്ടി വരുന്നു. അങ്ങേയറ്റം പ്രതിഷേധാർഹവുമാണ്. എന്തൊക്കെ കാര്യങ്ങൾ പങ്കുവയ്ക്കാനുണ്ടായിരുന്നു? തീർച്ചയായും അതുതന്നെയാണ്. കഴിഞ്ഞ മണ്ഡലകാലത്ത് നമ്മൾ ഈ ഒരു വലിയ പ്രതിസന്ധിയെപ്പറ്റി കൃത്യമായി തന്നെ ഓർമ്മപ്പെടുത്തിയിരുന്നത്. ഈ ഒരു പരിസ്ഥിതി ദിനത്തിൽ പ്രത്യേകിച്ച് ഈ പ്ലാസ്റ്റിക്കിനെതിരെയുള്ള ഒരു വലിയ പോരാട്ടം നടക്കുന്ന ഈ ഒരു സമയത്ത് കൃത്യമായി തന്നെ ഏറ്റവും ഉചിതമായ ഒരു സമയത്ത് തന്നെയാണ് ഈ വിഷയം വീണ്ടും നമ്മൾ ചർച്ചയ്ക്കെടുക്കുന്നത്. എന്തായാലും ദേവസ്വം ബോർഡിൻ്റെ അധികൃതരൊക്കെ തന്നെ മുഴുവൻ ആളുകളും നമുക്ക് ഒപ്പമുണ്ട്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കമുള്ള ആളുകളുണ്ട്. കഴിഞ്ഞ മണ്ഡലകാലത്ത് നമ്മൾ വിശദമായി ചർച്ച ചെയ്തായിരുന്നു ഈ ശബരിമലയിലെ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പ്രശ്നം. ഈ ഒരു പരിസ്ഥിതി ദിനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദേശമായി പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനം അടക്കമുള്ള കാര്യങ്ങളാണ് മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നത്. ശരിക്കും അന്ന് അങ്ങ് പറഞ്ഞിരുന്നു ഒരു ഉണ്ടാകാൻ പോകുന്ന ഒരു വലിയ വിപത്തിനെ കുറിച്ച് അങ്ങ് പറഞ്ഞിരുന്നു. എന്താണ് ഈ ഒരു പരിസ്ഥിതി ദിനത്തിൽ പറയാനുള്ളത്? ഇന്ന് ഭഗവാന്റെ പ്രതിഷ്ഠാ ദിനം കൂടിയാണ്. അത് ലോക പരിസ്ഥിതി ദിനത്തിൽ ഭഗവാന്റെ പ്രതിഷ്ഠാ ദിനം കൂടി വന്നത് ഒരു പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ക്ഷേത്രം എന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷം പകരുന്നതാണ്. എന്തായാലും പ്ലാസ്റ്റിക് മുക്തമാണ് ശബരിമല. സന്നിധാനം പ്രത്യേകിച്ച് പ്ലാസ്റ്റിക് മുക്തമാണ്. ഇവിടെ പ്ലാസ്റ്റിക് നിരോധിത മേഖലയാണ്. പക്ഷേ ലക്ഷോപലക്ഷം ഭക്തജനങ്ങൾ വന്നു ചേരുന്ന ഒരു ഇടം എന്നുള്ള നിലയിൽ കുറേ പ്ലാസ്റ്റിക്കുകൾ ഇരുമുടി കെട്ടിലൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അത് ഒരു കാരണവശാലും പ്ലാസ്റ്റിക് കൊണ്ടുവരാൻ പാടില്ല എന്ന് തന്ത്രിയുടെയും മറ്റ് സെലിബ്രിറ്റീസിൻ്റെയും ഒക്കെ അഭ്യർത്ഥനകൾ പോകുന്നുണ്ടെങ്കിൽ പോലും
ചുരുങ്ങിയ തോതിലെങ്കിലും പ്ലാസ്റ്റിക് വരുന്നുണ്ട്. അതില്ലാതാക്കുവാനുള്ള കഠിനമായ പരിശ്രമത്തിലാണ് ഞങ്ങൾ. പക്ഷേ ഞങ്ങൾക്കിത് ബോധവൽക്കരണം മാത്രമേ നമുക്ക് നടത്താൻ സാധിക്കുകയുള്ളൂ. ബാക്കി എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നതിനെക്കുറിച്ച് ബോർഡ് ഗൗരവമായി ഞങ്ങൾ ആലോചിക്കും. എന്തായാലും ഇന്ന് ഇതൊരു പരിസ്ഥിതി പ്രദേശം കൂടിയാണ്, ഇതൊരു ടൈഗർ റിസർവ് ഫോറസ്റ്റാണ്. അപ്പോൾ ഇവിടെയുള്ള പരിസ്ഥിതിയെ സംരക്ഷിക്കുക എന്നതും കൂടി ഇവിടെ എത്തുന്ന ഭക്തർ കാത്തു സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഈ പരിസ്ഥിതി ദിനത്തിൽ അതിൻ്റെ ഒരു മാർഗ്ഗനിർദ്ദേശം എന്നുള്ള നിലയിലാണ് ഇവിടെ ഞങ്ങൾ തന്ത്രി ബ്രഹ്മദത്തിനും ഒക്കെ കൂടി ചേർന്ന് ചന്ദനം വെച്ചിട്ടാണ് നമ്മളത് തുടക്കം കുറിച്ചത്. മറ്റ് പരിസ്ഥിതി ദിനത്തിൻ്റെ ഭാഗമായി ഒട്ടേറെ വിഷയങ്ങൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. മറ്റെല്ലാ ക്ഷേത്രങ്ങളിലും ഈ പദ്ധതിക്ക് തുടക്കം കുറിക്കുകയാണ്. ഭഗവാന്റെ പ്രതിഷ്ഠാദിനം ഇന്ന് വൈകുന്നേരത്തോടുകൂടി ഹരിവരാസനം പാടി നട അടയ്ക്കുന്നതോടുകൂടി മറ്റ് പ്രതിഷ്ഠാ പൂജാ കർമ്മങ്ങൾ നടന്നു വരികയാണ്. ദേവസ്വം ബോർഡ് മെമ്പർ കൂടി ചേരുകയാണ്. എന്തായാലും ഒരു വലിയ വിപത്ത് പ്ലാസ്റ്റിക് ഈ മല കയറി എത്തുകയാണ്. അത് ഒരു വലിയ പ്രതിസന്ധിയായി മുന്നോട്ട് ഈ പരിപാവനമായ ഇടത്തിന് ഒരു വലിയ പ്രതിസന്ധി തന്നെയാണ് ഉണ്ടാകുന്നത്. കഴിഞ്ഞ ഈ പ്ലാറ്റിനം ജൂബിലി വർഷത്തിൽ ഞങ്ങൾ പ്ലാസ്റ്റിക് മുക്ത സന്നിധാനം അല്ലെങ്കിൽ പ്ലാസ്റ്റിക് മുക്ത പമ്പ ആ രൂപത്തിൽ വലിയ പ്രചരണമാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. പ്രശസ്ത സാഹിത്യകാരന്മാർ, സാംസ്കാരിക നായകന്മാർ, അതുപോലെ സംവിധായകർ, സിനിമാ സംവിധായകരടക്കം കെ.എസ്. ചിത്ര, ഗായിക കെ.എസ്. ചിത്ര അടക്കം ഒട്ടേറെ പേരെ കൊണ്ട് വലിയ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു സന്ദേശം കൂടിയാണ് ലോക പരിസ്ഥിതി ദിനത്തിൽ ഞങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. മനുഷ്യനും പരിസ്ഥിതിയും തമ്മിൽ ഇണങ്ങി മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റൂ. പരസ്പര ഏറ്റുമുട്ടലിൽ കൂടി മുന്നോട്ട് പോകാൻ കഴിയത്തില്ല. വലിയ സൗഹാർദ്ദത്തോടെ നല്ല മാനസികമായ പൊരുത്തത്തോടു കൂടി വേണം നമ്മൾ പോകണം എന്നുള്ള സന്ദേശം കൂടി കൊടുക്കുകയാണ്. ഇതുമാത്രമല്ല, നമ്മുടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ അധീനതയിലുള്ള മുഴുവൻ ക്ഷേത്രങ്ങളിലും അതിൻ്റെ കോമ്പൗണ്ടുകളിൽ ഇതുപോലെ വൃക്ഷത്തൈകൾ നടണമെന്നുള്ള സന്ദേശം കൊടുത്തിട്ടുണ്ട്. അത് നടന്നു വരികയാണ്. വലിയ ഒരു സന്ദേശമാണ് ഇപ്പോൾ ദിനത്തിൽ നമ്മൾ ദേവസ്വം ബോർഡ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, തീർച്ചയായും ഇത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി, ആ ഒരു പ്രതിസന്ധി മറികടക്കാനുള്ള ഒരു ക്രമീകരണങ്ങൾ, നടപടികൾ ഒക്കെ തന്നെയാണ് ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തുനിന്നും ഇപ്പോൾ എടുത്തു വരുന്നത്. ആ കാര്യങ്ങൾ തന്നെയാണ് ദേവസ്വം ബോർഡ് അധികൃതരൊക്കെ തന്നെ ഇപ്പം നമ്മളോട് വിശദീകരിച്ചത്. ഓക്കെ, ശരി അരുൺ.